ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും മക്കളോട് പറയുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മക്കളെ അറിയിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഈ അടുത്ത് പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, കാസർഗോഡ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത. എന്തിനാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്? തൻ്റെ ഫോണിൽ റീചാർജ് ചെയ്യാൻ വേണ്ടി പിതാവിനോട് 1500 രൂപ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ആവശ്യപ്പെട്ടതിന് ശേഷം പിതാവ് അപ്പോൾ തൻ്റെ കയ്യിൽ 1500 രൂപ ഇല്ലാത്തതുകൊണ്ട് പിതാവ് പറയുന്നു, മകളെ നമുക്ക് നാളെ ചെയ്യാം എന്ന് പറയുന്നു. അപ്പോൾ മകൾക്കത് സ്വീകാര്യമല്ല. മകൾ പറയുന്നു, ഇന്ന് തന്നെ ചെയ്യണം. പിതാവ് എന്ത് ചെയ്യുന്നു? പിതാവ് പറയുന്നു, എൻ്റെ കയ്യിൽ 1300 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ ഇത് വെച്ചോ, ബാക്കി 200 രൂപ ഞാൻ നാളെ തരാം, അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് റീചാർജ് ചെയ്യാം. ശരി. ഒന്നും പറയാതെ പെൺകുട്ടി മടങ്ങുന്നു. സ്കൂളിലേക്ക് പോകുന്ന വഴി ഈ പെൺകുട്ടി ആ കൊടുത്ത 1300 രൂപയിൽ നിന്ന് ഒരു തുക എടുത്ത് ഒരു എലിവശം വാങ്ങുകയാണ്. എലിവശം വാങ്ങുകയും സ്കൂളിലേക്ക് പോവുകയും ചെയ്യുന്നു. ശേഷം ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ ഈ പെൺകുട്ടി ചെയ്തത് തൻ്റെ ബാഗിൽ നിന്ന് ആ എലിവശം എടുത്ത് കഴിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം ഈ പെൺകുട്ടി അവശയാകുന്നു, വളരെയധികം പ്രയാസപ്പെടുന്നു, നിൽക്കാത്ത രൂപത്തിലുള്ള ഛർദി അനുഭവപ്പെടുന്നു. സഹപാഠികൾ ചോദിക്കുന്നു, പ്രത്യേകിച്ച് മറുപടികളില്ല. അവസാനം അങ്ങേയറ്റം അവശയായ സമയത്ത് ഈ പെൺകുട്ടി പറയുകയാണ്, പിതാവിനോടുള്ള ദേഷ്യം കാരണം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഉടനെ അധ്യാപകർ വിജിലൻ്റ് ആകുന്നു, ആശുപത്രിയിൽ എത്തിക്കുന്നു. പിന്നീട് കുറച്ച് ദിവസം ICUവിലും വെന്റിലേറ്ററിലും ഒക്കെ ആയിട്ടാണ് ഈ പെൺകുട്ടി കഴിച്ചു കൂട്ടുന്നത്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയുടെ കിഡ്നിക്ക് വലിയ തരത്തിലുള്ള ഡാമേജ് ഉണ്ട്, അതുകൊണ്ട് മാറ്റിവെക്കലാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്യാനുള്ളത്, അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് കേട്ട് നിൽക്കുന്ന പിതാവ് പറയുന്നു, ഞാൻ നൽകാം, ഞാൻ എൻ്റെ മകൾക്ക് എൻ്റെ കിഡ്നി നൽകാൻ തയ്യാറാണ്. എന്നാൽ ആ കിഡ്നി മാറ്റിവെക്കലിന് ബാക്കി നിൽക്കാതെ, അല്ലെങ്കിൽ ബാക്കിയാകാതെ ആ പെൺകുട്ടി ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇവിടെ ആ പിതാവിൻ്റെയും മാതാവിനും ഉണ്ടായ മാനസിക പ്രയാസത്തിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ വേദനാജനകമായ അവസ്ഥക്കപ്പുറം ചില കാര്യങ്ങൾ നമുക്കിവിടെ പറയാനുണ്ട്, അല്ലെങ്കിൽ നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ എന്ന നിലയിൽ തീർച്ചയായും മക്കൾ ആവശ്യപ്പെടുന്നത് പലപ്പോഴായി വാങ്ങിക്കൊടുക്കുന്ന ഒരു സ്വഭാവം ഒരുവിധം എല്ലാ മാതാപിതാക്കൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ സമൂഹത്തിലുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ, അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ചെറിയ കുട്ടികൾ, അല്ലെങ്കിൽ കുട്ടികളുടെ വളർച്ചയ്ക്കനുസരിച്ച് അവർ ആവശ്യപ്പെടുന്നതൊക്കെ ആവശ്യാനുസരണം വാങ്ങിക്കൊടുക്കുക, അതാത് സമയങ്ങളിൽ അതാത് ആവശ്യങ്ങൾ പെട്ടെന്ന് തന്നെ നിറവേറ്റിക്കൊടുക്കുക എന്നുള്ളത്. ഇതിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ജോലി എന്താണ്? ജോലിയുടെ അവസ്ഥ എന്താണ്? നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്? ഇപ്പോൾ ആ പറയുന്നത് എനിക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുമോ? ഇത് നമ്മുടെ കുടുംബത്തിനൊരു വലിയ ബാധ്യതയാണോ എന്നൊന്നും ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മക്കളോട് ചർച്ച ചെയ്യാതെ, അവർ പറയുന്നതെല്ലാം നിറവേറ്റി കൊടുക്കുന്ന ഒരു മാതാപിതാക്കളുടെ പ്രത്യേകമായ ഒരു സവിശേഷത നമ്മുടെ നാടുകളിൽ എക്കാലവും നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ്. തീർച്ചയായും ഇതൊരിക്കലും ഗുണകരമായ ഒന്നല്ല എന്നാണ് നമുക്ക് ഈ പെൺകുട്ടിയുടെ കഥയിലൂടെ, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആ പെൺകുട്ടിയോട് തൻ്റെ പിതാവ് ആ പെൺകുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും, അല്ലെങ്കിൽ
ഓരോ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിലും മകളെ, എൻ്റെ ജോലി ഇതാണെന്നും എനിക്ക് ഇത്രയാണ് ശമ്പളമെന്നും നീ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് എല്ലാ സമയത്തും ഒരുപോലെ സാമ്പത്തികമായി കാര്യങ്ങൾ ചെയ്തു തരാൻ ഒരു പക്ഷേ കഴിയാതിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞാൽ ചെയ്യാം, ഇനി പറ്റിയില്ലെങ്കിൽ പിന്നത്തേക്ക് നമുക്ക് ചെയ്യാം എന്ന് പറയാൻ ആ പിതാവോ ആ കുടുംബമോ മറന്നു പോയിട്ടുണ്ടാകാം. അതായിരിക്കും ഒരു പക്ഷേ ഈ അടുത്ത ദിവസം ആ കുടുംബത്തെ വലിയ കണ്ണീരിലായെത്തിയത്. സ്നേഹം മക്കളോട് എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകും, അനിവാര്യവുമാണ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ വലിയ സ്നേഹവും ബന്ധവും ഐക്യവും യോജിപ്പും എല്ലാം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അത് അവർക്ക് തിരിച്ചും ഉണ്ടാകണം. എല്ലാം ശരിയാണ്. പക്ഷേ സ്നേഹം ഉണ്ടാകണം എന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതിൻ്റെ മാനദണ്ഡം മക്കൾ പറയുന്ന ഓരോ കാര്യങ്ങളും അതാത് സമയങ്ങളിൽ ചെയ്തു കൊടുത്ത് അതിൻ്റെ റിട്ടേണായി സ്നേഹം ലഭിക്കുക എന്നുള്ളത് തീർച്ചയായും തെറ്റായ ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരു സംവിധാനമാണ്. തനിക്ക് തൻ്റെ ആ ഒരു കുട്ടി വളരുന്ന ഓരോ ഘട്ടത്തിലും കുടുംബത്തിൻ്റെ പശ്ചാത്തലം, അവർ പിതാവിൻ്റെ സാമ്പത്തിക ശേഷികളും ശേഷിക്കുറവുകളും കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ഓരോ കാര്യത്തിനും നമ്മുടെ നാട്ടിലെ ചിലവുകളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വിലകളെക്കുറിച്ചൊക്കെ നമ്മളെ മക്കൾക്കൊരു ബോധ്യമുണ്ടാക്കി കൊടുക്കണം. ഇനി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു യൂറോപ്യൻ പിതാവിനെക്കുറിച്ച്, അല്ലെങ്കിൽ യൂറോപ്പിൽ പോയ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ പോയി അവിടെ സെറ്റിലായ ഒരു പിതാവിനെക്കുറിച്ച് പറയാം. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹത്തിന് അത്യാവശ്യം അസുഖങ്ങളെല്ലാം ഉണ്ട്. ട്രക്ക് ഡ്രൈവറാണ്. ഇദ്ദേഹം ക്യാഷ് ചിലവാകുന്ന പേടിയിലോ അല്ലെങ്കിൽ ചിലവാക്കാനുള്ള മടി കൊണ്ടോ ഇദ്ദേഹം ചെയ്യുന്നത്, ട്രക്ക് ഓടിക്കുമ്പോൾ ഗ്ലാസ് പോലും കയറ്റി AC ഇടാതെ, ഏത് ചൂടാണെങ്കിലും വെയിലാണെങ്കിലും ഗ്ലാസ് തുറന്നിട്ടാണ് ഇദ്ദേഹം പലപ്പോഴും വാഹനം ഓടിക്കുക. ഒരു കുപ്പി വെള്ളം പോലും ഇയാൾ ക്യാഷ് കൊടുത്ത് വാങ്ങുകയില്ല. ഏതെങ്കിലുമൊക്കെ ഓഫീസിലെത്തുമ്പോൾ അവിടെ കുടിക്കാൻ വെക്കുന്ന മെഷീനുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പതിവ്. ഒരു സമയത്ത് ഇദ്ദേഹത്തോട് തൻ്റെ സഹപ്രവർത്തകനായ അല്ലെങ്കിൽ കൂട്ടുകാരനായ ഒരാൾ ചോദിക്കുന്നുണ്ട്, പ്രിയ സുഹൃത്തെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്താണ് ഇതിന് പിന്നിലെ ഒരു ചേതോവികാരം? അദ്ദേഹം അതിന് നൽകിയ മറുപടി ലളിതമാണ്. നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ട് വന്നവരാണ്. നമ്മളുടെ കഷ്ടപ്പാട് തീർച്ചയായും നമ്മുടെ മക്കൾ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ അത് അവരെ അറിയിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ പിന്നീടുള്ള സംസാരത്തിൽ ഈ സഹപ്രവർത്തകന് മനസ്സിലായത്, ഓൾറെഡി ഇദ്ദേഹം അവിടെ ഒരു വീട് വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ അടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് മൂത്ത മകൻ്റെ പേരിൽ ഇദ്ദേഹം രജിസ്റ്റർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്, ഇദ്ദേഹത്തിന് രണ്ടാമതൊരു മകനുണ്ട്. മകനാകെ 6 വയസ്സേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 8 വയസ്സേ ആയിട്ടുള്ളൂ. ഈ മകന് വേണ്ടി മറ്റൊരു വീട് ഇദ്ദേഹം വാങ്ങുകയും അതിൻ്റെ മോർഗേജ് EMIകൾ അടച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ചിന്തിക്കണം നിങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ ഒരു ഭാഗത്ത്, ഇദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഒരു ഭാഗത്ത്, ഇതൊക്കെ ഒരു ഭാഗത്ത് മാറ്റിവെച്ച് തൻ്റെ ശരീരത്തെ, തൻ്റെ ആരോഗ്യത്തെ, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തെ മറന്നുകൊണ്ട് മക്കൾ എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ അതിന് മാത്രം ജീവിക്കുന്ന ഒരു പിതാവ്. ഒരു സമയത്ത് ഇദ്ദേഹത്തിന് അധ്വാനിക്കാനും അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഈ പിതാവ് ക്ഷീണിക്കുകയും രോഗാതുരനാവുകയും ചെയ്യുമ്പോൾ ആ മക്കൾക്ക് അന്ന് വരെയും ഇദ്ദേഹം നൽകിക്കൊണ്ടിരുന്ന സഹായങ്ങൾ, സേവനങ്ങൾ, സാമ്പത്തികം എല്ലാം ഒരു പക്ഷെ പെട്ടെന്നൊരു സമയത്ത് നിന്നുപോയി എന്ന് വിചാരിക്കുക. അവർ കുറച്ച് വളർന്നതിന് ശേഷം
ഈ മക്കളിൽ നിന്ന് ഇദ്ദേഹം പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്നേഹമോ കരുതലോ കിട്ടുമോ എന്ന് നമുക്ക് എങ്ങനെ പറയാനാകും? അല്ലെങ്കിൽ എങ്ങനെ പ്രതീക്ഷിക്കാനാകും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ സാഹചര്യത്തിൽ? തീർച്ചയായും അദ്ദേഹം ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിത പശ്ചാത്തലം അതെല്ലാം അറിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കണം, അറിയിച്ചുകൊണ്ട് മാത്രമായിരിക്കണം മക്കൾ വളർന്നു വരേണ്ടത്. അതിന് പാകപ്പെട്ടുകൊണ്ടാകണം മക്കൾ വളർന്നു വരേണ്ടത്. മക്കളോട് നമ്മൾ പറയേണ്ടത്, നമ്മുടെ ജീവിത സാഹചര്യം ഇപ്പോൾ ഇങ്ങനെയാണ്, നിങ്ങൾ പഠിച്ച് വളർന്ന് നല്ല അറിവും കഴിവും ഒക്കെ നേടി ഇതിനേക്കാൾ മികച്ചവരാകണം, അല്ലെങ്കിൽ വലിയ ഉന്നതങ്ങൾ നിങ്ങൾ കരസ്ഥമാക്കണം, വലിയ ഉന്നതികൾ നിങ്ങൾ നേടണം. സാമ്പത്തികമായും ജോലിപരമായും നമ്മളിപ്പോൾ ഏതവസ്ഥയിലാണോ അതിൽ നിന്നൊക്കെ വലിയ നേട്ടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. അതിനുവേണ്ട പരിശീലനങ്ങളും അതിനുവേണ്ട ഒരു സാഹചര്യവും ഒരുക്കി കൊടുക്കലാണ് തീർച്ചയായും മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അല്ലാതെ മക്കൾ ഉദ്ദേശിക്കുന്ന എല്ലാം ആഗ്രഹിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതെന്തും അവർക്ക് മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്ന അവസ്ഥ അല്ല തീർച്ചയായും ഉണ്ടാകേണ്ടത്. ഇത് പിന്നീട് ആ മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ സങ്കടം വരുത്തി വച്ചേക്കാം. അപ്പോൾ പിന്നീട് കരഞ്ഞിട്ട് കാര്യമുണ്ടാവുകയില്ല. ചിന്തിച്ച് പ്രവർത്തിക്കുകയും ആ ചിന്തിച്ച് പ്രവർത്തിച്ച് തങ്ങളുടെ മക്കളെ വരും കാലത്തേക്ക് പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു പരിശീലകരായി, സ്നേഹത്തോടെയുള്ള ഒരു പരിശീലകരായിട്ട് തീർച്ചയായും മാതാപിതാക്കൾ മാറേണ്ടതുണ്ട്. നല്ല സംസ്കാരമുള്ളവരായും സ്നേഹമുള്ളവരായും തങ്ങൾക്കുള്ളത് കൊണ്ട് സന്തോഷകരമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിൽ നമ്മുടെ മക്കളെ വളർത്തുകയും കൂടുതൽ ഉന്നതങ്ങളും മികച്ചതും നേടാൻ അവരെ പ്രാപ്തമാക്കുകയും ചെയ്യുക. തീർച്ചയായും നമ്മളുടെയൊക്കെ അനുഭവങ്ങളിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ കേൾക്കുന്ന പലതിലും നമ്മൾക്കൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. തിരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.